സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരാനിരിക്കെ കണ്ണൂരിലെ കരുത്തനായ നേതാവ് കെ സുധാകരനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഒടുവിലൊരു സിനിമാറ്റിക് ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. സംസ്ഥാന നേതൃത്വം സുധാകരനെ പടിക്ക് പുറത്തു നിർത്താൻ ഉറപ്പിച്ചിരുന്നെങ്കിൽ മുതിർന്ന നേതാവ് എ.കെ. ആന്റണിയുടെ ശക്തമായ ഇടപെടൽ കോൺഗ്രസിന് ഒരു ജീവശ്വാസം തിരികെ നൽകിയിരിക്കുകയാണ്. മലബാർ മേഖലയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന നേതാവാണ് സുധാകരൻ എന്ന് ആന്റണിക്കും രമേശ് ചെന്നിത്തലയ്ക്കും കൃത്യമായ ബോധ്യമുണ്ട്. അതിന്റെ ഫലമായി കെ സുധാകരൻ കണ്ണൂരിൽ തന്നെ മത്സരിക്കുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. എന്നാൽ ഈ ഒരു തീരുമാനം കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ തുറന്നിടുന്നത് വലിയൊരു പ്രതിസന്ധിയാണ്. കെ സുധാകരന് സീറ്റ് നൽകാൻ പാർട്ടി നിർബന്ധിതമായതോടെ മറ്റു മുതിർന്ന എംപിമാരും തങ്ങളുടെ ആവശ്യങ്ങളുമായി രംഗത്ത് എത്താൻ കാരണമാകും. സുധാകരന് നൽകാമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് നൽകിക്കൂടാ എന്ന ചോദ്യമാണ് ഇപ്പോൾ അണിയറയിൽ ഉയരുന്നത്. അടൂർ പ്രകാശ്, ഷാഫി പറമ്പിൽ, കൊടിക്കുന്നിൽ സുരേഷ്, എം.കെ. രാഘവൻ എന്നീ 4 എംപിമാരും തങ്ങളുടെ സീറ്റുകൾക്കായി ഇപ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലാണ്. അടൂർ പ്രകാശിന്റെ കാര്യമെടുത്താൽ അദ്ദേഹം കോന്നിയിൽ തന്നെ മത്സരിക്കണമെന്ന വാശിയിലാണ്. സുധാകരന് സീറ്റ് ഉറപ്പായതോടെ കോന്നിയിൽ എനിക്ക് മത്സരിച്ചുകൂടെ എന്നൊരു ചിന്ത അടൂർ പ്രകാശിന് വന്നിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്ന് വ്യക്തമാണ്. ഷാഫി പറമ്പിലിനെ ഏതെങ്കിലും ശക്തമായ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് ആകട്ടെ ആലപ്പുഴയിലെ ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിക്കണമെന്ന ഉറച്ച നിലപാടിലാണ്. ഇവർക്കെല്ലാം പുറമെ കോഴിക്കോട് നിന്ന് മത്സരിക്കണമെന്ന് എം.കെ. രാഘവനും ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സീറ്റ് ലഭിക്കില്ല എന്ന ഉറപ്പായ ഒരു ഘട്ടത്തിൽ അദ്ദേഹം മത്സര രംഗത്ത് നിന്ന് പിന്മാറാൻ തയ്യാറായതാണ്. പക്ഷേ ഇപ്പോൾ സുധാകരന് സീറ്റ് നൽകിയതോടെ രാഘവനും തന്റെ നിലപാട് പുനഃപരിശോധിക്കാനുള്ള സാധ്യതയുണ്ട്. സുധാകരൻ പുറത്തെടുത്ത അതേ സമ്മർദ്ദ തന്ത്രം ഈ എംപിമാരും പയറ്റിയാൽ കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധിയിലാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ വിഷയങ്ങളോട് പ്രതികരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എനിക്കറിയില്ല എന്ന് ആവർത്തിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിയെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എ.കെ. ആന്റണിയും രമേശ് ചെന്നിത്തലയും സുധാകരനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സംസ്ഥാന നേതൃത്വത്തിലെ പലരും സുധാകരനെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നത് പാർട്ടിക്കുള്ളിലെ ചേരിതിരിവ് വ്യക്തമാക്കുന്നുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ നീരസത്തിലാണെന്ന വാർത്തകളും ഇതിനിടെ പുറത്തു വരുന്നുണ്ട്. CPM-ന്റെ കണ്ണൂർ കോട്ട പിടിച്ചെടുത്ത് ദീർഘകാലം വടകരയിൽ MP ആയിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കാൻ തീർത്തും യോഗ്യനായിരുന്നു. പക്ഷേ പാർട്ടി നേതൃത്വം അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്ന പരാതി ശക്തമാണ്. ചുരുക്കത്തിൽ കെ സുധാകരന് സീറ്റ് നൽകിയതോടെ കോൺഗ്രസിലെ സീറ്റ് വിഭജനം ഒരു സങ്കീർണമായ പസിലായി മാറിയിരിക്കുകയാണ്. ഓരോ എംപിമാരും തങ്ങളുടെ ആവശ്യങ്ങളിൽ ഉറച്ചു നിന്നാൽ അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിച്ചേക്കാം എന്നത് തീർച്ച. കണ്ണൂരിലെ കോട്ട കാക്കാൻ സുധാകരൻ ഇറങ്ങുമ്പോൾ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ ആരൊക്കെ വീഴും ആരൊക്കെ വാഴുമെന്നത് കാത്തിരുന്ന് തന്നെ കാണാം.